ഈ കഥ നടക്കുന്നത് 2057-ലാണ്. സൂര്യൻ അതിന്റെ ഇന്ധനമെല്ലാം തീർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മനുഷ്യൻ വംശനാശത്തിന്റെ വക്കിലാണ്. നമ്മൾ മനുഷ്യർ അങ്ങനെ തോറ്റുകൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാരസ് 1 എന്ന സ്പേസ് ഷിപ്പിൽ 8 ബഹിരാകാശ യാത്രികർ മാൻഹാട്ടൻ ദ്വീപിന്റെ അത്രയും മാസുള്ള ശക്തമായ ബോംബുമായി സൂര്യനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനായി പോവുകയാണ്. വിജയിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു മിഷനായിരുന്നു അത്. എന്നാൽ സൂര്യന് അടുത്തെത്തുന്നതിന് മുന്നേ ആ ഷിപ്പ് കാണാതായി. ഷിപ്പുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായതോടെ ഇക്കാരസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. 7 വർഷങ്ങൾക്ക് ശേഷം ഒരു സോളാർ വിന്റർ സമയത്ത് ഭൂമി മുഴുവൻ തണുത്തുറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ മനുഷ്യർക്ക് ജീവിച്ചല്ലേ പറ്റൂ. സൂര്യനെ സ്റ്റാർട്ട് ചെയ്യുവാനായി 8 പേരടങ്ങുന്ന പുതിയ സംഘം ഇക്കാരസ് 2 എന്ന ഷിപ്പിൽ വീണ്ടും സൂര്യനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഷിപ്പിലെ ഡോക്ടറും സൈക്കോളജിക്കൽ ഓഫീസറുമായ സേളിന് സൂര്യനെ അടുത്ത് കാണുന്നത് ഒരു ഭ്രാന്ത് പോലെയാണ്. ഇക്കാരസ് 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞ് ഒബ്സർവേഷൻ പാനൽ റീഫിൽറ്റർ ചെയ്ത് സൂര്യന്റെ തിളക്കം കൂടുതലായി കാണാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ആയിരുന്നു സേളിന്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ മുഴുവൻ ക്രൂവിനോടും സേൾ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. എഞ്ചിനീയർ ജെയിംസ് മെയ്സ്, പൈലറ്റ് കാസി, ബയോളജിസ്റ്റ് കോറസോൺ, കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ഹാർവി, ഷിപ്പിന്റെ ക്യാപ്റ്റനായ കനേഡ, നാവിഗേറ്റർ ട്രേ, ഫിസിസിസ്റ്റ് റോബർട്ട് കാപ്പ ഇവരായിരുന്നു ഷിപ്പിലെ ക്രൂ. പക്ഷെ ആരും സേൾ പറഞ്ഞ ഐഡിയയോട് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല. സൗരക്കാറ്റ് വിചാരിച്ചതിലും കൂടിയ അളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്നതെന്ന് ക്യാപ്റ്റൻ കനേഡ അവരോട് പറയുന്നുണ്ട്. അടുത്തു തന്നെ അവർ ഡെഡ് സോണിലേക്ക് എത്തും. അതായത് ഭൂമിയുമായി ഒരു കമ്മ്യൂണിക്കേഷനും അവിടെ നിന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്രൂ അവരുടെ ലാസ്റ്റ് മെസ്സേജ് ഭൂമിയിലേക്ക് അയക്കണം. ഇനി മെസ്സേജുകളൊന്നും അയക്കാൻ സാധിക്കില്ലെന്നും ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോഴേക്ക് സൂര്യൻ പഴയതുപോലെ ആകുകയാണെങ്കിൽ ഞങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാപ്പ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുന്നു. പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായി കാപ്പ കൂടുതൽ സമയമെടുത്തതിനാൽ മറ്റ് ക്രൂ മെമ്പേഴ്സിന് മെസ്സേജ് അയക്കാൻ അധികം സമയമില്ല. ഇത് കണ്ട് മേസിന് വളരെയധികം ദേഷ്യം വരുന്നു. അവൻ കാപ്പയുമായി അടിയുണ്ടാക്കുന്നു. അത് കണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവർ അവരെ പിടിച്ചു മാറ്റുന്നു. മേസിനെ സൈക്കോളജിസ്റ്റായ സേളിന്റെ അടുത്തേക്ക് അയക്കുന്നു. ശേഷം സേൾ അവനെ 2 മണിക്കൂർ എർത്ത് മുറിയിലേക്ക് മാറ്റുന്നു. അവരുടെ ഭൂമിയിലെ സ്വന്തം ഭവനം സിമുലേറ്റ് ചെയ്യുന്ന ഒരു മുറിയാണത്. അവരുടെ ഭൂമിയിലെ ഓർമ്മകൾ കാണുക വഴി അവരുടെ മനസ്സ് ശാന്തമാക്കാനാണ് ആ മുറിയുടെ ഉദ്ദേശം. കാരണം ഇത്രയും ദൂരം ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവരുടെ അടുക്കൽ നിന്നും മാറി നിൽക്കുമ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കും ഉണ്ടാകുമല്ലോ. അതേസമയം ഇക്കാരസ് 1ന്റെ ക്യാപ്റ്റൻ പിൻബക്കർ അയച്ച പഴയ റിപ്പോർട്ടുകളെല്ലാം കാണുകയായിരുന്നു കനേഡ. തന്റെ ഗാർഡൻ ഒരുപാട് ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് കോറസോൺ കനേഡയോട് പറയുന്നുണ്ട്. അതായത് ഷിപ്പിൽ ഭൂമിക്ക് സമാനമായ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് സൃഷ്ടിച്ച് ചെടികളെ വളർത്തുകയാണ് അവിടെ. അതുവഴി അവർക്ക് ആവശ്യമായ ഓക്സിജൻ ആ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് നൽകും. പക്ഷെ ഇക്കാരസ് 1ന് സംഭവിച്ചത് ഓക്സിജൻ ഷോർട്ടേജ് ഒന്നും അല്ലാത്തതിനാൽ അദ്ദേഹം ആകെ ആകുലപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഷിപ്പിന് സംഭവിച്ച കേടുപാടിനെ പിൻബക്കർ വിശദീകരിക്കുന്നത് മനോഹരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിശദീകരിച്ചതെന്ന് കാനഡയ്ക്ക് മനസ്സിലായില്ല. അവർ മെർക്കുറി ഗ്രഹത്തിനെ, അതായത് ബുധനെ കടന്നു പോവുകയാണെന്ന് കാസി കണ്ടെത്തുന്നു. അതോടെ എല്ലാവരും അത് കാണാനായി ഒബ്സർവേഷൻ മുറിയിലേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർവി ഇക്കാരസ് 1ൽ നിന്നുമുള്ള ഡിസ്ട്രസ് സിഗ്നൽ കണ്ടെത്തുന്നു. അത് അവരുടെ അടുത്തെത്താൻ കാരണം മെർക്കുറി അവരെ കടന്നു പോകുന്നത് കൊണ്ടാണ്. കാരണം ആ ഗ്രഹത്തിലെ ഇരുമ്പിന്റെ സാന്നിധ്യം ഒരു ആന്റിന പോലെ പ്രവർത്തിക്കുകയാണ്. ഇക്കാരസ് 1 ഷിപ്പിന്റെ ട്രജക്ടറി അവർ സ്ക്രീനിലേക്ക് സിമുലേറ്റ് ചെയ്യുന്നു. ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ആദ്യ ഷിപ്പ് കടന്നുപോയ സഞ്ചാരപാതയെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇക്കാരസ് 1ൽ നിന്നുമുള്ള സിഗ്നൽ ഇതുവരെ ആർക്കും ലഭിച്ചിരുന്നില്ല. സൂര്യന്റെ പ്രകാശവും അവിടുത്തെ അന്തരീക്ഷവും മൂലം ഇക്കാരസ് 1 മറഞ്ഞു കിടക്കുകയാണ്. അത്രയ്ക്ക് സൂര്യന്റെ അടുത്തേക്ക് എത്തിയിരുന്നു ഇക്കാരസ് 1. ഷിപ്പിന്റെ സഞ്ചാരപാത മാറ്റി ഇക്കാരസ് 1മായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു നല്ല ഐഡിയ ആണോ എന്ന് അവർ എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ മേസിന് അതൊരു നല്ല ഐഡിയയായി തോന്നിയില്ല. കാരണം മിഷനാണ് എന്തിനേക്കാളും ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ബോംബ് സൂര്യനിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഭൂമി മുഴുവൻ നശിക്കും. അതേപോലെ ചിലപ്പോൾ ഷിപ്പിൽ ഇപ്പോഴും ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാം. അധികം ഭക്ഷണവും ഓക്സിജനും കാണാം. ഒരുപക്ഷെ അവരുടെ കൈവശമുള്ള ബോംബ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ സൂര്യനെ റീസ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പക്ഷെ ആ റിസ്ക് എടുക്കുന്നത് നല്ലതാണോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് സാധിക്കാത്തതിനാൽ അവർ ആ തീരുമാനം കാപ്പയ്ക്ക് വിടുന്നു. കാരണം കാപ്പയാണല്ലോ ആ ഷിപ്പിലെ ഫിസിസിസ്റ്റ്. ഇക്കാരസ് ഷിപ്പിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണക്ക് കൂട്ടലുകൾ നടത്തിയ ശേഷം ആ ബോംബ് കൂടി കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് കാപ്പ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാരസ് 1ന്റെ അടുത്തേക്ക് പോകാമെന്നും പറയുന്നു. ഷിപ്പിന്റെ സഞ്ചാരപാത ട്രേ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഷിപ്പ് മെർക്കുറിയുടെ ഓർബിറ്റിൽ നിന്നും പോകുന്നു. പക്ഷെ ട്രേ അവിടെ വലിയൊരു തെറ്റ് വരുത്തുന്നു. സൂര്യനിൽ നിന്നും ഷിപ്പിനെ സംരക്ഷിക്കുന്ന ഷിപ്പിന്റെ ഷീൽഡ് റീഅലൈൻ ചെയ്യാൻ ട്രേ മറന്നു പോകുന്നു. അതുവഴി 4 പാനലുകൾ കത്തി നശിക്കുന്നു. അത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഷിപ്പ് തകരുകയും അതിലുള്ളവർ മരിക്കുകയും ചെയ്യും. റിപ്പയർ ചെയ്യണമെങ്കിൽ ഷിപ്പിന് പുറത്തേക്ക് ഇറങ്ങണം. കനേഡയും കാപ്പയും കൂടി അത് റിപ്പയർ ചെയ്യുവാൻ സ്പേസ് വാക്ക് ചെയ്യുകയാണ്. കാസി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഷീൽഡിലെ ഡാമേജ് സംഭവിച്ച ഭാഗങ്ങൾ സൂര്യന്റെ ദിശയിൽ നിന്നും മാറ്റി
മാറ്റുന്നു. എന്നാൽ ഇതുമൂലം 2 ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ തകരുന്നു. ആ ടവർ കൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല. കൂടാതെ പ്രതിഫലിച്ച സൂര്യന്റെ ശക്തമായ ലൈറ്റ് മൂലം ഷിപ്പിന്റെ ഓക്സിജൻ ഗാർഡനും ഓക്സിജൻ റിസർവും തകരുന്നു. അവർക്ക് എത്രയും വേഗം ഷീൽഡ് റീആംഗിൾ അഥവാ തിരിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ കാപ്പയും കനേഡയും മരിക്കും. അവർ ഇപ്പോഴും റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഹാർവിയും കാസിയും വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ മിഷനാണ് പ്രധാനം. ആ ബോംബ് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് മേസ് പറയുന്നു. കനേഡ അതിനോട് യോജിക്കുന്നു. ഇക്കാരസ് 2ന്റെ ഓട്ടോ പൈലറ്റ് ഷീൽഡ് ശരിയായ ദിശയിലേക്ക് മാറ്റുന്നതിനിടയിൽ കനേഡ കാപ്പയോടെ ഷിപ്പിലേക്ക് പോകാനും ബാക്കി റിപ്പയർ താൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്നും പറയുന്നു. അങ്ങനെ സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത് കനേഡ അവസാന പാനലും ശരിയാക്കുന്നു. ശേഷം സൂര്യരശ്മിയാൽ അയാൾ മരിക്കുന്നു. ട്രേയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ കാരണമാണ് ക്യാപ്റ്റൻ മരിക്കേണ്ടി വന്നതെന്ന് അവൻ വിശ്വസിച്ചു. ഒടുവിൽ സൈക്കോളജിസ്റ്റ് സേളിന് അവനെ മരുന്നുകൾ ഉപയോഗിച്ച് മയക്കി കിടത്തേണ്ടി വന്നു. കാരണം ഷിപ്പിന് തകരാർ സംഭവിച്ചതും ക്യാപ്റ്റൻ കാനഡ മരിച്ചതിനും കാരണം താനാണെന്നുള്ള ചിന്ത മൂലം ട്രേയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് സേൾ മനസ്സിലാക്കിയിരുന്നു. ക്യാപ്റ്റൻ മരണപ്പെട്ടതോടെ രണ്ടാമത്തെ കമാൻഡറായ ഹാർവേ ഷിപ്പിന്റെ പുതിയ ക്യാപ്റ്റൻ ആകുന്നു. ഓക്സിജൻ ഗാർഡൻ തകർന്നതിനാൽ സൂര്യനോട് അടുത്തെത്താനുള്ള അത്രയും ഓക്സിജൻ ഷിപ്പിലില്ല എന്ന കാര്യം ഹാർവേ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാരസ് 1നെ കോൺടാക്ട് ചെയ്യുകയല്ലാതെ വേറെ വഴി അവർക്കുണ്ടായിരുന്നില്ല. മറ്റു മെമ്പേഴ്സ് അവരവരുടെ ജോലികൾ നോക്കാൻ പോയപ്പോൾ മേസും കൊറാസോണും കാസിയും സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. 3 പേരില്ലാതായാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ ഓക്സിജൻ നമുക്കുണ്ടെന്ന് കൊറാസോൺ അവരോട് പറയുന്നു. ശേഷം കാസി കാപ്പയുമായി സ്വകാര്യമായി സംസാരിക്കുന്നു. തനിക്ക് ശരിക്കും മരിക്കാൻ ഭയമാണെന്ന് കാസി കാപ്പയോട് പറയുന്നു. പക്ഷെ എനിക്ക് മരണത്തെ ഭയമില്ല എന്ന് കാപ്പ കാസിയോട് പറയുന്നു. അങ്ങനെ അവസാനം ഇക്കാരസ് 1 ഷിപ്പിനരികിലെത്തിയ അവർ ഇക്കാരസ് 1മായി ഡോക്ക് ചെയ്യുന്നു. അതായത് അവരുടെ ഷിപ്പായ ഇക്കാരസ് 2 ഇക്കാരസ് 1മായി കണക്ട് ചെയ്യുന്നു. കാപ്പയും മേസും ഹാർവിയും സേളും ഇക്കാരസ് 1ലേക്ക് കയറുകയും ഷിപ്പിനുള്ളിൽ സെർച്ച് ചെയ്യാനും തുടങ്ങി. ഷിപ്പ് മുഴുവൻ പൊടിയാണ്. അതിൽ ഭൂരിഭാഗവും ഹ്യൂമൻ സ്കിൻ ആകാനാണ് സാധ്യത. അവർ ഓരോ ഗ്രൂപ്പായി ഷിപ്പിന്റെ പല ഭാഗങ്ങളിലേക്ക് തിരച്ചിലിന് പോയി. ഇക്കാരസ് 1ലെ ഗാർഡന് ഒരു കുഴപ്പവുമില്ല. 7 വർഷം കൊണ്ട് കൂടുതലായി വളർന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ഹാർവി കണ്ടെത്തുന്നു. കോറസോണിന് ഇത് കണ്ട് സന്തോഷമാകുന്നു. അതിലുണ്ടായിരുന്ന ബോംബ് ഫുള്ളി ഓപ്പറേഷനിലാണെന്ന് ട്രേ പറയുന്നു. സേൾ ആണെങ്കിൽ ഭക്ഷണവും വെള്ളവും തിരയുകയായിരുന്നു. അത് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് സേൾ കണ്ടെത്തുന്നു. എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും മേസിനൊന്നും ലഭിക്കുന്നില്ല. ഫയലുകൾ കൂടുതലായി തിരഞ്ഞപ്പോൾ ഷിപ്പിന്റെ ക്യാപ്റ്റനായിരുന്ന പിൻബക്കറുടെ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. അയാളുടെ മുഖമാകെ പൊള്ളലേറ്റിട്ടുണ്ട്. അവർ മിഷൻ ഉപേക്ഷിച്ചുവെന്നും ദൈവത്തെ എതിർക്കാൻ ശ്രമിക്കരുതെന്നും വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്. ആ ട്രാൻസ്മിഷൻ 6.5 വർഷം മുൻപുള്ളതാണ്. അതായത് അവർ ആ ബോംബ് സൂര്യനിൽ എത്തിക്കേണ്ട അതേ സമയമായിരുന്നു അത്. മെയ്സ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി വീണ്ടും തെളിവുകൾ തിരയാൻ തുടങ്ങി. ഒടുവിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന് മനഃപൂർവ്വം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മേസ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാരസ് 1 ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഇക്കാരസ് 1 തേടി വന്നതുകൊണ്ട് അവർക്കൊരു പ്രയോജനവും ലഭിച്ചില്ല. അതേസമയം സേൾ ഒബ്സർവേഷൻ മുറിയിലേക്ക് എത്തുകയും ഇക്കാരസ് 1ലെ ജീവനക്കാരെ അവിടെ കണ്ടെത്തുകയും ചെയ്യുന്നു. എല്ലാ ശവശരീരങ്ങളും ഇരിക്കുന്ന പൊസിഷനിലാണ്. ഷിപ്പിന്റെ ഒബ്സർവേഷൻ മുറിയിലെ ഫിൽറ്റർ മാറ്റി പൊള്ളലേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് അവർ. സ്വയം മരണപ്പെടുകയോ ആരോ മനഃപൂർവ്വം അവരെ കൊല്ലുകയോ ചെയ്ത പോലെ. പെട്ടെന്ന് 2 ഷിപ്പും തമ്മിൽ ഡിസ്കണക്ട് ആകുന്നു. അതുവഴി ഇക്കാരസ് 1ന്റെ എയർലോക്ക് തകരുകയും ചെയ്യുന്നു. അതോടെ 4 പേരും ഇക്കാരസ് 1ൽ പെട്ടുപോവുകയും ഇക്കാരസ് 2 ഇക്കാരസ് 1 ഷിപ്പിൽ നിന്നും വേർപെട്ട് ഒഴുകി നീങ്ങുകയും ചെയ്യുന്നു. ഇക്കാരസ് 1ൽ നിന്നും ഒരു സ്പേസ് സ്യൂട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. മേസും സേളും ആ സ്യൂട്ട് കാപ്പയ്ക്ക് നൽകാമെന്ന് തീരുമാനിക്കുന്നു. കാരണം ബോംബ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ കാപ്പയാണ്. എന്നാൽ ഹാർവി എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. കാരണം ഹാർവിക്കാണ് മുൻഗണനയെന്നും കാരണം താനാണ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്നും ഹാർവി പറയുന്നു. പക്ഷേ ഹാർവിയുടെ ഓർഡർ മറ്റുള്ളവർ നിരാകരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഐഡിയ മേസിന്റെ കയ്യിലുണ്ടായിരുന്നു. മെയ്സ് ഷിപ്പിനുള്ളിലെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എടുത്ത് എല്ലാവരുടെ മേലും അത് ചുറ്റുന്നു. ഈ ഷിപ്പിൽ നിന്നും ഇക്കാരസ് 2ലേക്ക് പോകുമ്പോഴുള്ള തണുപ്പിനെ ചെറുക്കാൻ ഇത് മതിയാകുമെന്ന് മെയ്സ് പറയുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കമ്പ്യൂട്ടർ ഡാമേജ് ആയതിനാൽ എയർലോക്ക് ഹാച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ ഷിപ്പിൽ തന്നെ നിൽക്കണം. സേൾ ആ ജോലി ഏറ്റെടുക്കുന്നു. മിഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അയാൾ തയ്യാറാകുന്നു. ഇക്കാരസ് 2ൽ നിന്നും കാസി എയർലോക്ക് അലൈൻ ചെയ്തു. അതോടെ സേൾ എയർലോക്ക് ഹാച്ച് റിലീസ് ചെയ്യുന്നു. ആ ശക്തിയിൽ അവർ ഒരുമിച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്നു. അവർ തമ്മിൽ പരസ്പരം ചേർന്ന് പിടിച്ചു നിന്നിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ അവർ ചെറുതായി ഷിപ്പിൽ ഇടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വേർപെട്ടു പോകുന്നു. കാപ്പ മാത്രമാണ് ഇക്കാരസ് 2 ഷിപ്പിന്റെ എയർലോക്കിലേക്ക് കറക്റ്റായി വന്നു വീണത്. മേസ് ഒരു വിധത്തിൽ ഹാൻഡ് റെയിലിൽ പിടിച്ചു. കാപ്പ മേസിനെ പിടിച്ച് എയർലോക്കിനുള്ളിൽ എത്തിച്ചു. പക്ഷേ ഹാർവിക്ക് എവിടെയും പിടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ദൂരേക്ക് തെറിച്ചു പോവുകയും ഓക്സിജൻ ഇല്ലാതെ തണുത്തുറഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഇക്കാരസ് 1ൽ സേൾ തന്റെ വിധി അംഗീകരിക്കുകയാണ്. അയാൾ ഒബ്സർവേഷൻ മുറിയിലേക്ക് പോകുന്നു. അവിടെ മരിച്ചവരുടെ ശവശരീരങ്ങൾക്ക് മുന്നിലിരുന്ന് ആ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുകയാണ് അയാൾ. കാസി വയർലെസ് മുഖേന സങ്കടത്തോടെ ഗുഡ് ബൈ സേളിന് നൽകുന്നുണ്ട്. അങ്ങനെ സേൾ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുന്നു. അതുവഴി സൂര്യരശ്മികളേറ്റ് സേൾ മരണപ്പെടുകയാണ്. ഷിപ്പിന്റെ ആക്ടിവിറ്റി ഫയൽ ചെക്ക് ചെയ്ത മേസിന് മനസ്സിലാകുകയാണ് എയർലോക്ക് വേർപ്പെടുത്തിയത് ഇക്കാരസിന്റെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അല്ല, അതൊരു മാൽ ഫംഗ്ഷനുമല്ല. അതായത് ആരോ മനഃപൂർവ്വം ചെയ്തതാണത്. ആണുങ്ങളെല്ലാം ഇക്കാരസ്
ഇക്കാരസ് 1ലും സ്ത്രീകൾ ഇക്കാരസ് 2ലുമായിരുന്നു. ഇക്കാരസ് 2ൽ ബാക്കിയുള്ളത് ട്രേയുമാണ്. പക്ഷേ കാപ്പയ്ക്ക് ആകെ സംശയമായി. കാരണം ട്രേ അബോധാവസ്ഥയിലാണ്. കാരണം അയാൾക്ക് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കില്ല. രണ്ടുപേരും മരിച്ചു. ഇനി ഒരാൾ കൂടി പോയാൽ നമുക്ക് ഈ മിഷൻ പൂർത്തിയാക്കാനുള്ള ഓക്സിജൻ ഉണ്ടാകുമെന്ന് കൊറാസോൺ അവരോട് പറയുന്നു. ട്രേയെ കൊല്ലാൻ മേസ് തീരുമാനിക്കുന്നു. ഈ ഭ്രാന്ത് തന്നെയായിരിക്കും ഇക്കാരസ് 1ന് സംഭവിച്ചതെന്ന് കാപ്പ പറയുന്നു. പക്ഷേ എങ്കിലും മേസ് പറഞ്ഞതിനോട് കാപ്പ യോജിക്കുന്നു. കാരണം മനുഷ്യവംശത്തിന്റെ ഭാവിയാണ് വലുത്. കൊറാസോണും ഇത് അംഗീകരിക്കുന്നു. പക്ഷേ കാസി ഇത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഭൂരിപക്ഷം മേസിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ കാസിയുടെ അഭിപ്രായം ഇവിടെ പ്രസക്തമല്ല. മേസ് അവിടെ നിന്നും ട്രേ കിടക്കുന്ന മെഡിക്കൽ മുറിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇലക്ട്രിക്കൽ കത്തിയുമായാണ് മേസ് പോകുന്നത്. പക്ഷെ ട്രേ അവിടെ ഇല്ലായിരുന്നു. ട്രേ ശരിക്കും എർത്ത് മുറിയിലുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ തന്റെ കൈത്തണ്ട മുറിച്ചുകൊണ്ട് സ്വയം മരിച്ചു കഴിഞ്ഞിരുന്നു. മേസ് മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അതുവഴി സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാമല്ലോ. അവർ അവിടെ എത്തി ട്രേ മരിച്ചു കിടക്കുന്നത് കാണുന്നു. കാപ്പ ഇക്കാരസ് 1ലേക്ക് വഴി തിരിച്ചുവിട്ടത് മൂലമാണ് ഈ മരണമെല്ലാം സംഭവിച്ചതെന്ന് മേസ് പറയുന്നു. ഈ കിടക്കുന്ന രക്തം കാപ്പയുടേതാകണമായിരുന്നു. അതായത് കാപ്പയായിരുന്നു മരിക്കേണ്ടതെന്നും പറഞ്ഞ് മേസ് കാപ്പയെ ആക്രമിക്കുന്നു. ഒടുവിൽ അവർ തമ്മിൽ പൊരിഞ്ഞ അടിയായി. പക്ഷേ ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ബോംബ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്രൂവിന്റെ ബയോമെട്രിക്സും ഓക്സിജൻ ഉപയോഗവും ഇക്കാരസ് കമ്പ്യൂട്ടർ വഴി കാപ്പ ചെക്ക് ചെയ്യുന്നു. ബോംബ് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിന് മുന്നേ എല്ലാവരും ഓക്സിജൻ കുറവ് മൂലം മരണപ്പെടുമെന്ന് ഇക്കാരസിന്റെ മെയിൻ കമ്പ്യൂട്ടർ അറിയിക്കുന്നു. പക്ഷേ കാപ്പയ്ക്ക് അത് മനസ്സിലായില്ല. കാരണം 4 പേർക്ക് ആ ഓക്സിജൻ മതിയാകേണ്ടതാണ്. ഷിപ്പിൽ അജ്ഞാതനായ 5ാമത്തെ ആൾ കൂടിയുണ്ട്. അയാൾ ഇപ്പോൾ ഷിപ്പിന്റെ ഒബ്സർവേഷൻ മുറിയിൽ ഇരിപ്പുണ്ട് എന്ന് ഇക്കാരസ് കാപ്പയെ അറിയിക്കുന്നു. കാപ്പ അങ്ങോട്ടേക്ക് ഓടുന്നു. അവിടെ ചെന്നപ്പോൾ ഫിൽറ്ററിൽ കൂടി സൂര്യപ്രകാശം കൂടുതൽ കടത്തിവിട്ടുകൊണ്ട് ആ ശക്തമായ വെളിച്ചത്തിൽ ഭ്രാന്തമായ പൊള്ളലേറ്റ രൂപത്തിൽ ഇക്കാരസ് 1ന്റെ ക്യാപ്റ്റൻ പിൻബക്കർ നിൽക്കുന്നത് കാപ്പ കാണുന്നു. അയാൾ ദൈവത്തെപ്പറ്റിയും മാലാഖമാരെ പറ്റിയും പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിൻബക്കർ ആയിരുന്നു ആ എയർലോക്ക് തമ്മിലുള്ള കണക്ഷൻ തകർത്തത്. അയാൾ കാപ്പയെ ആക്രമിക്കുന്നു. ഇലക്ട്രിക് കത്തി ഉപയോഗിച്ച് കാപ്പയുടെ ശരീരത്തിൽ പിൻബക്കർ മുറിവുണ്ടാക്കുന്നു. ഫിൽറ്റർ പാനലിലേക്ക് മുഴുവൻ സൂര്യപ്രകാശവും കടത്തിവിടാൻ ഇക്കാരസ് കമ്പ്യൂട്ടറിനോട് പറഞ്ഞുകൊണ്ട് കാപ്പ അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ പിൻബക്കറിനെ കൊല്ലാൻ അത് പോരായിരുന്നു. അയാൾ കാപ്പയെ പിന്തുടർന്നു. കാപ്പ ഓടി വന്ന് എയർലോക്കിൽ പ്രവേശിക്കുകയും ഹാച്ച് അടയ്ക്കുകയും ചെയ്യുന്നു. പിൻബക്കർ ആ ചാൻസ് ഉപയോഗിച്ച് കാപ്പ രക്ഷപ്പെടാതിരിക്കാൻ ഡോർ മാനുവലായി അടയ്ക്കുന്നു. ശേഷം അയാൾ കൂളന്റ് ടാങ്കിലേക്ക് പോവുകയും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന്റെ പാനലുകൾ കൂളന്റിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്യുന്നു. അതുമൂലം ഇക്കാരസ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുന്നു. അതേസമയം കൊറാസോൺ തന്റെ കത്തിപ്പോയ ഗാർഡനിൽ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കരിഞ്ഞു കിടന്ന ചാരത്തിനിടയിൽ നിന്നും തളിർത്തു പൊങ്ങിയ ചെടിയെ അവർ കാണുന്നത്. അവളത് തന്റെ കൂടെയുള്ളവരെ അറിയിക്കാൻ പോവുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പിൻബക്കർ അവളെ കണ്ടെത്തുകയും കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം എയർലോക്കിൽ കാപ്പ ബ്ലീഡിംഗ് തടയുവാനായി അവിടെയുണ്ടായിരുന്ന ഒരു സ്യൂട്ടിലുള്ള വെസ്റ്റ് എടുത്ത് ധരിക്കുന്നു. കൂടാതെ എയർലോക്ക് ഡോർ തനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് കാപ്പ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് ഷിപ്പിലെ പവർ മുഴുവൻ ഓഫാകുന്നു. ഉറങ്ങുകയായിരുന്ന കാസിയും പവർ ഓഫായത് ശ്രദ്ധിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ടോർച്ചുമായി കാസി ഇറങ്ങി. പോകുന്ന വഴിയിൽ പിൻബക്കറെ കണ്ട് ഭയന്ന കാസി പറ്റാവുന്ന വേഗതയിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അതേസമയം കൺട്രോൾ റൂമിൽ എമർജൻസി ബാറ്ററി ഉപയോഗിച്ച് മേസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇക്കാരസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. മേസ് സെക്യൂരിറ്റി ക്യാമറയിൽ കാപ്പയെ കാണുന്നു. സ്യൂട്ട് ഹെൽമെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിക്കാൻ മേസ് കാപ്പയോട് പറയുന്നു. അതോടെ കാപ്പ പിൻബക്കർ ഷിപ്പിലുണ്ടെന്നും ഭ്രാന്തനായ അയാൾ ഷിപ്പ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയും മേസിനോട് പറയുന്നു. ഇത് കേട്ടതോടെ മേസ് കൂളന്റ് ടാങ്കിലേക്ക് ഓടുന്നു. ആ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് പിൻബക്കർ ഊരിമാറ്റിയ ഇക്കാരസ് കമ്പ്യൂട്ടറിന്റെ മെയിൻ ഫ്രെയിം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതോടെ പിൻബക്കർ കാസിയെ എർത്ത് റൂമിൽ വെച്ച് പിടിക്കുന്നതിന് മുന്നേ പവർ ഓൺ ആകുന്നു. അയാൾ കാസിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് നിഴൽ കണ്ട് തെറ്റിദ്ധരിച്ച് ട്രേയുടെ ശരീരമാണ് പിൻബക്കർ പിടിച്ചത്. ട്രേ കൈമുറിക്കാൻ ഉപയോഗിച്ച കത്തിയെടുത്ത് കാസി പിൻബക്കറെ കുത്തിയ ശേഷം അവിടെ നിന്ന് ഓടുന്നു. ശേഷം ബോംബ് ഇരിക്കുന്ന മുറിയിൽ ഒളിക്കുന്നു. അതേസമയം കൂളന്റ് ടാങ്കിൽ കാലുടക്കിയതിനാൽ മേസിന് പുറത്തു കടക്കാനായില്ല. അതോടെ മേസിന്റെ ശരീരം തണുത്തുറയുകയായിരുന്നു. മേസ് ഒരു വിധത്തിൽ കാപ്പയെ കോണ്ടാക്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഓർബിറ്റിലാണ്. പക്ഷേ കമ്പ്യൂട്ടർ ഇപ്പോഴും ഡൗൺ ആണ്. അത് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ബോംബ് ഷിപ്പിൽ നിന്നും വേർപെടുത്തി മാനുവലായി ആക്ടിവേറ്റ് ചെയ്യണം. മിഷൻ ഫിനിഷ് ചെയ്യാൻ കാപ്പയോട് അപേക്ഷിച്ചുകൊണ്ട് മേസ് മരിക്കുന്നു. കാപ്പ തന്റെ അസ്ട്രോനോട്ട് സ്യൂട്ട് എടുത്ത് ധരിക്കുന്നു. ശേഷം ലേസർ പോലുള്ള ലൈറ്റ് ഉപയോഗിച്ച് ആ ഡോറിൽ ഹാൾവേയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ദ്വാരം ഉണ്ടാക്കുന്നു. ശേഷം എമർജൻസി ബട്ടൺ സീൽ ചെയ്തിരിക്കുന്ന ലിഡിലെ സ്ക്രൂ അഴിക്കുന്നു. ശേഷം കാപ്പയെ ആ ഭിത്തിയോട് ചേർത്ത് കെട്ടിയ ശേഷം ആ ബട്ടൺ അമർത്തുന്നു. അതോടെ എയർലോക്കിൽ നിന്നും ഷിപ്പിന് പുറത്തേക്കുള്ള വാതിൽ തെറിച്ചു പോകുന്നു. അപ്പോഴുണ്ടായ പ്രഷർ ഡ്രോപ്പും ഉള്ളിലെ വാതിലിൽ നിന്നും ഹോൾ വഴി ഹൈ പ്രഷറിൽ എയർ പുറത്തേക്ക് പ്രവഹിക്കുക വഴി ഹാൾവേയിലേക്കുള്ള വാതിൽ തകർന്ന് പുറത്തേക്ക് തെറിക്കുന്നു. അങ്ങനെ കാപ്പ ഷിപ്പിനുള്ളിലേക്ക് കയറുന്നു. മേസിന്റെ തണുത്തുറഞ്ഞ ശവശരീരം കണ്ട കാപ്പ കൺട്രോൾ റൂമിലേക്ക് പോകുന്നു. ശേഷം എമർജൻസി സെപ്പറേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഷിപ്പിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോംബിരിക്കുന്ന മുറിയിലേക്ക് കാപ്പ ചാടിക്കയറുന്നു. ഇക്കാരസ് 2 സൂര്യകിരണങ്ങളാൽ എരിഞ്ഞടങ്ങുകയായിരുന്നു. ബോംബ് മുറിയിൽ തന്റെ സ്യൂട്ട് എടുത്ത് മാറ്റിയ ശേഷം കാപ്പ കാസിയുടെ അരികിലെത്തുന്നു. കാസി മരവിച്ച മനസ്സോടെ അവിടെ ഇരിക്കുകയായിരുന്നു. അവളോട് എന്ത് പറയണമെന്ന് കാപ്പയ്ക്ക് അറിയില്ല. പക്ഷേ ആ സമയം പിൻബക്കർ അവരെ ആക്രമിക്കുന്നു. കാപ്പയെ കഴുത്തിൽ പിടിച്ചു പൊക്കി
ബോംബിന്റെ എഡ്ജിലേക്ക് അയാൾ കൊണ്ടുപോകുന്നു. കാപ്പയെ താഴേക്കിടുകയാണ് അയാളുടെ ലക്ഷ്യം. അയാൾ സൂര്യനെ പറ്റി പറയുകയായിരുന്നു. സൂര്യൻ ദൈവമാണെന്ന രീതിയിലാണ് പിൻബക്കർ സംസാരിക്കുന്നത്. അപ്പോഴേക്കും കാസി കാപ്പയെ രക്ഷിക്കാൻ വരികയും അവർ രണ്ടുപേരും കൂടി അയാളെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ അയാളുടെ കയ്യിലെ തൊലി പൊളിഞ്ഞ് കാപ്പയുടെ കയ്യിലെത്തി. ആ വേദനയിൽ അയാൾ അലറുന്നുണ്ടായിരുന്നു. ബോംബ് ഇപ്പോൾ സൂര്യനിലേക്ക് അടുക്കുകയാണ്. അപ്പോഴുണ്ടായ കുലുക്കത്തിൽ അവർ വീണു പോയെങ്കിലും കാസി കാപ്പയോട് ബോംബ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നു. പിൻബക്കർ കാപ്പയെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബോംബിന്റെ അറ്റത്ത് നിൽക്കുന്നത് കാപ്പ കാണുന്നുണ്ട്. പക്ഷെ അയാളെ അവഗണിച്ചുകൊണ്ട് കാപ്പ ബോംബ് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതോടെ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. സൂര്യൻ വീണ്ടും ജ്വലിക്കുന്നത് കാപ്പ കാണുന്നു. സൂര്യനെ തൊട്ടടുത്ത് കണ്ടുകൊണ്ട് കാപ്പയും കാസിയും പിൻബക്കറും എരിഞ്ഞടങ്ങുന്നു. ഭൂമിയിൽ കാപ്പയുടെ സഹോദരി കാപ്പ അയച്ച മെസ്സേജ് ഒന്നുകൂടി കാണുന്നു. അപ്പോഴേക്കും സൂര്യൻ ഉദിക്കുകയും കാപ്പയുടെ സഹോദരി തന്റെ മക്കളുമായി വന്ന് വർഷങ്ങളായി ഇല്ലാതിരുന്ന ആ പ്രതിഭാസം, അതായത് സൂര്യന്റെ ഉദയം കാണുകയും ചെയ്യുന്നു. അതോടെ ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.